ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് എക്സ്പോ 2020യിലാണ്. ദുബായിൽ നടക്കുന്ന എക്സ്പോ 2020. ശരിക്കും 2020യിൽ നടക്കേണ്ടിയിരുന്ന ഈ എക്സ്പോ നമുക്കറിയാവുന്നതുപോലെ പാൻഡമിക് കോവിഡ് കാരണത്താൽ 2021ലാണ് നടക്കുന്നത്. ഈ ഒരു എക്സ്പോയെ അറിയപ്പെടുന്നത് എക്സ്പോ 2020 എന്ന് തന്നെയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എക്സ്പോ 2020യിലെ ചില കാഴ്ചകളും അതോടൊപ്പം എക്സ്പോയെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണവുമാണ്. സോ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം എന്താണ് എക്സ്പോ 2020 എന്നുള്ളതും അതോടൊപ്പം ലേറ്റസ്റ്റായി എക്സ്പോ 2020യിൽ കൂടി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ഒരു വിഷ്വൽ ഷെയർ ചെയ്യുക എന്ന ഒരു ഉദ്ദേശം വെച്ചിട്ട് കൂടിയാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ദ എജ്യൂക്കേറ്റഡ് എക്സ്പോ 2020യിലേക്ക് സ്വാഗതം. One voice, one family. The world as it stands in the palm of our hands. It's our time. Oh, take a seat to the greatest show you'll ever see. We've come so far, but the future is ours to decide what we need. We've got to together. Let's join our voice. It's now or never. We are the next generation to strive for a new day. This is our time. I know it now. This is the moment we have to decide. It's time to stand up and vow to be what the world needs now. This is our time. I know it now. This is the moment we open our eyes. If we can dare to believe, wake up to find this day. This is our time. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി സ്റ്റാർട്ട് ചെയ്തത് ദുബായിൽ വെച്ചാണ്. അതായത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചും കരിയേഴ്സിനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട്. സോ ഇന്ന് എക്സ്പോ 2020 ദുബായിൽ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്ങോട് കൂടിയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷനും കരിയർ ഗൈഡൻസും മാത്രമല്ല, മറിച്ച് ദുബായിയുടെ ഈ ഒരു സ്പെഷ്യൽ ഫീലിംഗ്, ഈ സ്പെഷ്യൽ സമയത്ത് അവരുടെ ഈ പ്രത്യേകമായ വെഞ്ചറിൽ ഒന്നിച്ചു ചേരുക, അവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം കൂടി വെച്ചിട്ടാണ്. എക്സ്പോ 2020 എന്നുള്ളത് പല രാജ്യങ്ങളുടെയും അവരുടെ ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിച്ച് സിംബലൈസ് ചെയ്യുന്ന പല എക്സിബിഷൻ സെൻറ്റേഴ്സിൻ്റെ കൂട്ടായ്മയാണ്. സോ ഓരോ രാജ്യത്തിനും അവരുടേതായ യുണീക്ക് സിവിലൈസേഷനും കൾച്ചറും ബാക്ക്ഗ്രൗണ്ടും അവരുടേതായ സാംസ്കാരിക രംഗത്തെ പല കാര്യങ്ങളും ടെക്നോളജി പരമായ കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സോ അതിനെ എക്സിബിറ്റ് ചെയ്യുക, അതോടൊപ്പം ആ രാജ്യത്തെക്കുറിച്ച് അറിയിക്കുക എന്നൊക്കെയാണ് എക്സ്പോയിൽ കൂടി ചെയ്യുന്നത്. സോ എക്സ്പോ 2020യിലും ഇവിടെ നടക്കുന്നത് ആ രീതിയിലുള്ള പല രാജ്യങ്ങളുടെയും മൾട്ടി നാഷണൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷനാണ്, പാർട്ടിസിപ്പേഷനാണ്. കണക്റ്റിംഗ് മൈൻഡ്സ് ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ എന്നാണ് ദുബായ് എക്സ്പോ 2020യുടെ സ്ലോഗൻ. മനസ്സുകളെ ഇണക്കിച്ചേർത്ത് പുതിയൊരു ഭാവി ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നുള്ളതാണ് എക്സ്പോയിൽ കൂടി സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ഓരോ രാജ്യവും കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എക്സ്പോകളെ മനസ്സിലാക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇതിനെ വേൾഡ്സ് ഫെയർ എന്നും ഫ്രഞ്ചിൽ എക്സ്പോസിഷൻ യൂണിവേഴ്സലെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എക്സിബിഷൻ എന്നും അറിയപ്പെടാറുണ്ട്. 1928 ഇൻ്റർനാഷണൽ എക്സിബിഷന് ആവശ്യമായ കൺവെൻഷനുകൾ നിലവിൽ വന്നത്. ബ്യൂറോ ഇൻ്റർനാഷണൽ ഡസ് എക്സ്പോസിഷൻ അല്ലെങ്കിൽ BIE ആണ് ഇൻ്റർനാഷണൽ എക്സ്പോകളുടെ രക്ഷാധികാരിയായി മനസ്സിലാക്കുന്നത്. BI ആണെങ്കിൽ എക്സ്പോകളെ 4 രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത്. വേൾഡ് എക്സ്പോസ്, സ്പെഷ്യലൈസ്ഡ് എക്സ്പോസ്, ഹോർട്ടിക്കൾച്ചർ എക്സ്പോസ്, അതോടൊപ്പം മിലാൻ ട്രയന്യൽ എന്ന് 4 കാറ്റഗറിയിലുള്ള എക്സിബിഷനുകൾ.
3 ആഴ്ച മുതൽ 6 മാസം വരെയാണ് ഈ എക്സിബിഷനുകളുടെ ദൈർഘ്യം. ഇറ്റലിയിലെ മിലാനിലാണ് 2015 വേൾഡ് എക്സ്പോ നടന്നത്. കസാക്കിസ്ഥാനിലെ നൂർ സുൽത്താനിൽ സ്പെഷ്യലൈസ്ഡ് എക്സ്പോവും 2017 നടന്നു. 2023 സ്പെഷ്യലൈസ്ഡ് എക്സ്പോ അർജന്റീനയിൽ വരാനിരിക്കുന്നത്. പക്ഷേ സംഘാടകർ ഈ എക്സ്പോയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ലോകം ആദ്യമായി എക്സ്പോകളെ സാക്ഷ്യം വഹിക്കുന്നത് 1791 പരാഗ്വേയിലാണ്. 2021 ദുബായിൽ എക്സ്പോ കാണുമ്പോൾ പുതിയ ടെക്നോളജിയുടെ ഫ്യൂച്ചറിസ്റ്റിക്കായ എക്സ്പോകളുടെ ഒരു പുതിയ അവതാരമാണ് കാണുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സെലിബ്രേഷനായിട്ട് തന്നെയാണ് ദുബായ് എക്സ്പോ 2020 കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ദുബായ്ക്ക് മാത്രമല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് UAEക്ക് മൊത്തത്തിൽ ഒരു വലിയ സ്ഥാനം ലോക അടിസ്ഥാനത്തിൽ പ്ലാറ്റ്ഫോമിൽ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻ്റർനാഷണൽ മീഡിയസിൽ ഏത് രാജ്യത്തെ മീഡിയ ഔട്ട്ലെറ്റുകൾ നോക്കിയാലും അവരുടെ ഒരു പ്രസൻസ് ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഒരേ സമയത്ത് പല രാജ്യങ്ങളെയും ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നതോടൊപ്പം UAEയെ മറ്റ് രാജ്യങ്ങളുമായി കണക്ട് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പോ 2020 കൂടി നടക്കുന്നത് പല രാജ്യങ്ങളുടെയും സിറ്റിസൺസ്, പൗരന്മാർ, ടൂറിസ്റ്റുകളായി ഇവിടെ വരാനും UAEയെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ടാണ്. എക്സ്പോ അനൗൺസ് ചെയ്തപ്പോൾ, ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ ശരിക്കും ഇതിൻ്റെ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ UAEയുടെ റൂളേഴ്സ് വിഭാവന ചെയ്തത് ഒരു ഗ്ലോബൽ സൊസൈറ്റിയുടെ മുമ്പിൽ UAEയെ എക്സിബിറ്റ് ചെയ്യുക, അതോടൊപ്പം ഒരു ഗ്ലോബൽ സൊസൈറ്റിയെ UAEയിൽ എക്സിബിറ്റ് ചെയ്യുക എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ 2020 ബിഗിനിങ്ങിൽ നടന്ന കോവിഡ് പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് ലോകം തന്നെ ഒരു സെൽഫ് ഐസൊലേഷനിലേക്ക് പോയ സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു കറണ്ട് സെനാരിയോയിൽ എക്സ്പോ 2020 ലക്ഷ്യമെന്നുള്ളത് ഗ്ലോബൽ സൊസൈറ്റിക്ക് UAEയെ പരിചയപ്പെടാനോ UAEയെ ഗ്ലോബൽ സൊസൈറ്റിയെ പരിചയപ്പെടുത്താനോ മാത്രമല്ല, മറിച്ച് ഒറ്റപ്പെട്ടു പോയ സമൂഹത്തെ വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു അവസരം നൽകുക എന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോ 2020 എന്നുള്ളത് ഇന്ന് ലോകത്തിന് തന്നെ ഒരു പുതിയ അവസരമാണ് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി. COVID-19 ബന്ധപ്പെട്ട് വാക്സിനുകൾ പലതും ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ റെമഡീസും വന്നിട്ടുണ്ട്, മെഡിസിൻസും വരുന്നുണ്ട്. ഈ ഒരു നല്ല സമയത്ത് പുതിയ ഒരു തുടക്കത്തിന് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ്ങിന് കൂടിയുള്ള ഒരു അവസരം കൂടി ആയിട്ട് നമുക്ക് എക്സ്പോ 2020 കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളെയും സിഗ്നിഫൈ ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന പവലിയനുകൾ ഇവിടെ ലഭ്യമാണ്. അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA എക്സിബിഷൻ സ്റ്റാളിൽ കൂടിയാണ് ആദ്യമായിട്ട് ഞാൻ കടന്നുപോയത്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ തന്നെ ലോകത്തിന് മുൻപാകെ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയുടെ മികവ് വിളിച്ചറിയിച്ചതാണ്. പല നക്ഷത്രങ്ങളായി ചേർന്ന് വലിയൊരു നക്ഷത്ര സമൂഹമാണ് ആസ്വാദകരുടെ മുൻപിൽ അമേരിക്കയുടെ ടെക്നോളജിക്കൽ, സയൻറ്റിഫിക് വളർച്ചയും അച്ചീവ്മെൻറ്റ്സും മൈൽസ്റ്റോൺസുമൊക്കെ വളരെ നല്ല രീതിയിൽ ആനിമേഷൻ വഴി ചിത്രീകരിച്ചു തരുന്നത്. ഇൻഡസ്ട്രിയൽ ഏജ് മുതൽ ഇൻഫർമേഷൻ ടെക്നോളജി വരെ, ഇന്ന് ഇൻ്റലിജൻസ് ഏജ് വരെ എങ്ങനെ ആ വളർച്ച കൈവരിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ചിത്രങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബഹിരാകാശത്ത് അമേരിക്ക നേടിയ നേട്ടങ്ങൾ, അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിവിധ അവതാരങ്ങൾ, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, അമേരിക്ക നേടിയ വളർച്ച, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ വഴി നമ്മുടെ മുൻപിൽ വരുന്നു എന്നുള്ളതാണ് പ്രസൻറ്റേഷൻ്റെ പ്രത്യേകത. നടന്ന് സ്റ്റാളുകൾ കണ്ട് മനസ്സിലാക്കുന്നതിന് പകരം ഒരു മൂവിങ് പ്ലാറ്റ്ഫോമിൽ കൂടി വ്യൂവേഴ്സ് നിന്നുകൊണ്ട് തന്നെ പല
പൊസിഷൻസിലേക്ക് എത്തുന്നു എന്നുള്ളതും ഈ ഒരു സ്റ്റാളിനെ ബാക്കിയുള്ള സ്റ്റാളുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. അമേരിക്കൻ സ്റ്റാൾ സന്ദർശിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് അമേരിക്കൻ സിറ്റിസൻസ് ആയിരുന്നു. അമേരിക്ക നേടിയ വളർച്ച അവരുടെ മനസ്സിൽ, അവരുടെ മുഖത്ത്, അവരുടെ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിട്ട് തന്നെ വളരെ തിളക്കമാർന്ന രീതിയിൽ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതും ഈ ഒരു ഓർഗനൈസിങ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് ഒരു വലിയ ഗോളം ഹാളിൻ്റെ നടുക്ക് നമ്മുടെ മുൻപിൽ അമേരിക്ക നേടിയ വളർച്ചയും സമൂഹത്തിന്, ലോകത്തിന് അമേരിക്ക നൽകി തന്ന പല കോൺട്രിബ്യൂഷൻസിനെയും വളരെ നല്ല രീതിയിൽ തന്നെ വളരെ കളർഫുള്ളായി പല രീതിയിലുള്ള നിറങ്ങളും വെളിച്ചങ്ങളും നൽകി നമ്മുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതും ഈ ഒരു എക്സിബിഷൻ സ്റ്റൈലിൻ്റെ പ്രത്യേകതയാണ്. മാർസ് എക്സ്പ്ലോറേഷൻ അതോടൊപ്പം സ്പേസ് ടെക്നോളജിയിൽ കൈവരിച്ച മൈൽ സ്റ്റോണുകളെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു പടുകൂറ്റൻ റോക്കറ്റും USA പവലിയൻ്റെ മുമ്പിൽ ഒരു വലിയ ആകർഷണമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പവലിയൻ പറഞ്ഞത് ഫ്യൂച്ചറിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നെങ്കിൽ ജെറുസലേം പവലിയനിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നത് ഭൂതത്തെക്കുറിച്ച്, കഴിഞ്ഞുപോയ നമ്മുടെ പ്രാചീന സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവാണ്. ഓസ്ട്രിയൻ പവലിയൻ ആകട്ടെ മൺഭിത്തികൾ കൊണ്ടും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പല രീതിയിലുള്ള ചിത്രങ്ങളും കൊണ്ടും അലങ്കൃതമായിരുന്നു. ഓസ്ട്രിയൻ സംഘാടകരോട് ഇതെന്തുകൊണ്ടാണ് ഇത്രയും സിംപ്ലിസ്റ്റിക്കായ ചിത്രങ്ങളും മൺഭിത്തികളും ഓസ്ട്രിയൻ പവലിയനെ അലങ്കൃതമാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ക്ലേ ടെക്നോളജിയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഓസ്ട്രിയൻ ടെക്നോളജിയാണ്. കൈകൊണ്ട് സ്പർശിച്ചാൽ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ പറ്റുക, സർക്കുലാർ രീതിയിൽ മാതൃകയിൽ നടന്നാൽ നല്ല രീതിയിൽ മണം അനുഭവിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള രീതി മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും ഓസ്ട്രിയൻ പവലിയനിൽ നിന്നാണ്. ഓസ്ട്രിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യൂറോപ്പിലെ മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ ഒരു സമ്പ്രദായം നൽകുന്നത് എന്നതുകൂടി ഈ പവലിയനിൽ നിന്നും അറിയാൻ പറ്റും. സോ എക്സ്പോ 2020യുടെ ഡേ 2 ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത്. മെയിനായിട്ടും എക്സ്പോ 2020 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് എക്സ്പോ എന്ന് മനസ്സിലാക്കാനുമുള്ള ചെറിയൊരു ശ്രമമായിരുന്നു. ചില ദൃശ്യങ്ങൾ, ചില ഫോട്ടോസ് അതും നിങ്ങളുമായി ഷെയർ ചെയ്തു. ഏതായിരുന്നാലും ഇപ്പോൾ നിൽക്കുന്നത് ചൈനീസ് പവലിയൻ്റെ മുമ്പിലാണ്. തൊട്ടടുത്ത് ബെലാറൂസ് പവലിയനുമുണ്ട്. ഈ എക്സ്പോ 2020യിലേക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.